പ്രിയമുള്ളവരെ, കേരളത്തിലെ ഏക അഗ്രികൾച്ചറൽ സർവകലാശാല എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി തവനൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സപ്തദിന ക്യാമ്പ് കരുവാരകുണ്ട് നളന്ദ കോളേജിൽ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി ക്ലീൻ ഗ്രീൻ കരുവാരകുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2 വാർഡുകളാണ് പൈലറ്റ് വാർഡുകളായി ഏറ്റെടുത്തിട്ടുള്ളത്. ആ ക്യാമ്പിൻ്റെയും അതുപോലെ തന്നെ സൗന്ദര്യവൽക്കരണത്തിൻ്റെയും ഭാഗമായി ഇന്ന് നമ്മുടെ പഞ്ചായത്ത് പരിസരത്തും അതുപോലെ തന്നെ CHC പരിസരത്തും 100ഓളം ചെടിച്ചട്ടികൾ ഈ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചു. ഒരുപാട് ആളുകൾ, പ്രോഗ്രാം ഓഫീസർ വൈശാഖൻ, അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ഉമ്മർ, പഞ്ചായത്ത് സെക്രട്ടറി സാനിർ, അതുപോലെ തന്നെ ക്ലബിൻ്റെ പ്രതിനിധികൾ, അതിൻ്റെ ഒരുപാട് കോർഡിനേറ്റർമാർ, ആളുകളൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ്. നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ചടങ്ങ്. പരിശുദ്ധമായ സിത്തൂസ് ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി കരുവാരകുണ്ടിലും. കരുവാരകുണ്ട് തരിശിൽ ഒരു കുടിൽ വ്യവസായത്തോടുകൂടി സിത്തൂസ് ഇഡ്ഡലി ദോശമാവ്. ഫോൺ 9497662881. കേരളത്തിലെ ഏക കാർഷിക എഞ്ചിനീയറിംഗ് കോളേജായ തവനൂർ കേളപ്പജി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലെ NSS വിദ്യാർത്ഥികളുടെ സപ്തദിന സഹവാസ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ക്യാമ്പിന്റെ ഒരു ദിവസത്തെ പ്രൊജക്റ്റായ ഹരിതരാമം, സ്നേഹാരാമം, ഹരിതപാത എന്നീ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഗ്രീൻ കരുവാരകുണ്ട് എന്ന ആശയവുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ കഴിഞ്ഞ ജൂൺ 5 മുതൽ കരുവാരകുണ്ടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഈ മേഖലയിൽ ഊർജിതമായി നടക്കുന്നതിന് വേണ്ടി കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 വാർഡുകൾ പൈലറ്റ് വാർഡായി തെരഞ്ഞെടുത്തുകൊണ്ട് ആ 2 വാർഡുകളിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാവുമോ എന്ന് കൂടി ആലോചിക്കുന്നതിനും അതിന്റെ സജീവത കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ IRTC നേതൃത്വത്തിൽ കാർഷിക സർവകലാശാലയിലെ എഞ്ചിനീയർ വിദ്യാർത്ഥികൾ സപ്തദിന ക്യാമ്പ് നളന്ദ കോളേജിൽ വെച്ച് നടത്തുന്നത്. നല്ല ഒരു പരിപാടിയിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ ഒരു സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ഒരു ദൗത്യമാണ്. അത് ഈ നാടിൻ്റെ ശുചിത്വത്തിലും സൗന്ദര്യത്തിലും വളരെയധികം ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ നടത്താനാണ് നമ്മുടെ പ്രിയപ്പെട്ട വളണ്ടിയേഴ്സ് ഇവിടെ എത്തിയിട്ടുള്ളത്. 3-4 ദിവസമായി നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലും വീടുകളിലൊക്കെ സന്ദർശിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും മറ്റുമൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാർഷിക സർവകലാശാല NSS വളണ്ടിയർമാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പുന്നക്കാട് ഇതേപോലെ തന്നെ ഓട്ടോ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ നഗരം സൗന്ദര്യവൽക്കരണ പരിപാടി വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇന്നിവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിസരത്തുള്ള ഓട്ടോ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മത്സരം ഈ രംഗത്ത് ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും നടത്തണമെന്നാണ് ഞാൻ സൂചിപ്പിക്കാനുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് 3-4 വർഷത്തോളമായി. ഇപ്പോഴാണ് നമ്മുടെ പഞ്ചായത്ത് ഏകദേശം ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് വൈശാഖൻ മാഷും ടീമും ഇവിടെ എത്തിച്ചേർന്ന് അതിൻ്റെ ഒരു ഭാഗമാക്കാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ സൂചിപ്പിച്ച പോലെ കരുവാരകുണ്ടുകാരുടെ അതിഥികളാണ് നിങ്ങൾ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെങ്കിലും തീർച്ചയായും കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതോടൊപ്പം വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ തന്നെ വളരെ പ്രസിദ്ധമായ കാർഷിക സർവകലാശാലയിലെ ഒരു സംഘം ഇവിടെ കരുവാരകുണ്ടിലെത്തി എന്നത് വളരെ സന്തോഷം നൽകുന്നു. ഈ മനസ്സ് നന്നാവട്ടെ എന്നുള്ളതാണ് NSSന്റെ സ്ലോഗൻ. അത് തന്നെ അതിൻ്റെ മനോഹാരിത വിളിച്ചു പറയുന്നുണ്ട്. ഈ വിവിധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് NSS യൂണിറ്റ് നജാത്ത് കോളേജിൻ്റെ NSS കോളേജ് നമ്മൾ ഈ ഒരു പ്രദേശത്തേക്കുള്ള മുഴുവൻ ഒരു 10-20 വീടുകൾക്ക് വെള്ളം എടുക്കുന്ന കിണറാണ് പഞ്ചായത്ത് കിണർ. അത് വളരെ കാട് പിടിച്ച രീതിയിൽ കിടക്കുകയായിരുന്നു. പക്ഷേ അവരുടെ സഹായത്തോടു കൂടി അത് വളരെ ഭംഗിയാക്കാൻ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത ഷെഡൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെ പരിസരങ്ങളൊക്കെ ക്ലീനാക്കാൻ കഴിയും. അത്തരത്തിൽ സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ പലവിധങ്ങളായ NSS യൂണിറ്റുകൾ എക്കാലത്തും നാട്ടിൽ നടത്താറുണ്ട്. ഇത്തരത്തിൽ ഈ ബ്യൂട്ടിഫിക്കേഷൻ്റെയും മറ്റ് ക്ലീനിങ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ എത്തിയ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് ഈ ക്യാമ്പിന് നളന്ദ കോളേജിൽ വെച്ചിട്ട് ആരംഭം കുറിച്ചത്. ഇവിടെ ഹംസക്കുട്ടി സൂചിപ്പിച്ചതുപോലെ
കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ കരുവാരകുണ്ട് പോലുള്ളൊരു പ്രദേശം അവരുടെ ക്യാമ്പിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഏതായാലും ഇന്നിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നു. ഇവിടേക്ക് സൂചിപ്പിക്കാനുള്ളത്, എല്ലാവരും ഇതിപ്പോൾ ഇന്നിവിടെ ചെടി വെച്ച് പോയി കഴിഞ്ഞാൽ അത് പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടുകാരുടെയൊക്കെ വലിയ ഉത്തരവാദിത്തം.